ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ പേഴ്സൻ്റെയും ഇടയിൽ ഏതെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള കറണ്ട് ഫീലിങ്ങും നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള കറണ്ട് ഫീലിങ്ങും നോക്കുവാനാണ്. അപ്പോൾ ആദ്യം നമുക്ക് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള കറണ്ട് ഫീലിംഗ് നോക്കാം. അതിനുശേഷം നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള കറണ്ട് ഫീലിംഗ് നോക്കാം. ഇവിടെ കാർമിക് സിറ്റുവേഷനാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സൺ ഏതോ ഒരു കാർമിക് സിറ്റുവേഷനുമായിട്ട്, അതായത് കാർമിക് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ജന്മത്തിലുണ്ടായ ആ ഒരു ബന്ധം, ആ ഒരു ബന്ധത്തിൽ ഇപ്പോൾ ഈ ജന്മത്തിലും നിങ്ങളുടെ പേഴ്സൺ കണക്റ്റ് ആയിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങളുടെ പേഴ്സണും അവരുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടായിരുന്നു കാണും. ഈ ജന്മത്തിലും അവർ തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം ഇപ്പോൾ ഉണ്ടായി കാണും. ആ ഒരു കാർമിക് സിറ്റുവേഷനിൽ ട്രാപ്പഡായിട്ട് സ്റ്റക്കായിട്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ. എന്തോ ഒരു പാസ്റ്റ് ലൈഫ് കർമ്മ അസോസിയേറ്റഡ് ആയിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സണും അവരും തമ്മിൽ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ കൂടുതൽ ആൾക്കാരുടെയും ലൈഫിൽ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അവരുടെ കുടുംബമാണ്. അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ കുടുംബമാണ് ഇവിടെ തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നത്. അവർ മാരീഡ് ആയിട്ടുള്ള ആളായാലും അൺമാരീഡ് ആയിട്ടുള്ള ആയാലും ഇവിടെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അവരുടെ കുടുംബമായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഏത് സിറ്റുവേഷനിലാണ് എങ്കിലും വളരെ സന്തോഷമായിട്ടല്ല ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കൂടാതെ പൂർണ്ണമായും ഇമോഷണലി ഹേർട്ടായിട്ടുള്ള അവസ്ഥയിലുമാണ് നിങ്ങളുടെ പേഴ്സൺ. ചില ആൾക്കാരുടെ പാർട്ട്ണറിൻ്റെ ലൈഫിൽ ഫൈനാൻഷ്യൽ പ്രോബ്ലമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാരുടെ പാർട്ട്ണർ നിങ്ങളെ ചീറ്റ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങളല്ലാതെ അതറായിട്ടുള്ള വുമണോ മെന്നോ അവരുടെ ലൈഫിൽ ഉള്ളതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർ എന്തിനാണ് ചീറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളെ കൂടാതെ വേറൊരാളെയും കൂടെ ഇവർ സ്നേഹിക്കുന്നു എന്നാണ്. ഇവിടെ ഇവരുടെ ഇമോഷൻസ് എക്സ്ചേഞ്ച് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു കാര്യം നിങ്ങളിൽ നിന്ന് ഇവർ ഹൈഡ് ചെയ്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് സിറ്റുവേഷൻ ഇവിടെ കാർമിക് ബന്ധമാണ്, എന്തോ പാസ്റ്റ് ലൈഫ് കർമ്മയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സെക്കൻഡ് സിറ്റുവേഷൻ ഫാമിലി, അതായത് നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിട്ടുള്ള ആളാണെങ്കിലോ അൺമാരീഡ് ആയിട്ടുള്ള ആളാണെങ്കിലോ ഇവിടെ ഫാമിലിയാണ് തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് വന്നിരിക്കുന്നത്. തേർഡ് സിറ്റുവേഷൻ ഇവർ ഏത് സ്റ്റക്ക് സിറ്റുവേഷനിലാണോ ഉള്ളത് അവിടെ ഇവർ സന്തോഷമായിട്ടല്ല ഉള്ളത്. ഇമോഷണലി ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് വിഡ്രോ ചെയ്യണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ചില ആൾക്കാരുടെ പേഴ്സൺ ഓൾറെഡി വിഡ്രോ ചെയ്ത് അതിൽ നിന്ന് പുറത്തു വന്നു. അപ്പോൾ ചില ആൾക്കാരുടെ പേഴ്സൺ ഫോർത്ത് സിറ്റുവേഷൻ നോക്കുമ്പോൾ ഫൈനാൻഷ്യലി ഭയങ്കരമായിട്ട് വിഷമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം അവിടെ ഒരു തേർഡ് പാർട്ടിയോ അങ്ങനെ ആരും തന്നെ ഇല്ല. ഇവിടെ ഫൈനാൻഷ്യൽ കണ്ടീഷൻ വളരെ മോശമായത് കാരണം അവർ വിഷമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഫിഫ്ത്ത് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളെ വളരെ മോശമായിട്ട് ചീറ്റ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ അവരുമായിട്ട് ബന്ധം വയ്ക്കുന്ന കാര്യം നിങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് അറിയാമോ അറിയില്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ചില ആൾക്കാരുടെ പേഴ്സൺ ഇവിടെ നിങ്ങളെ ചീറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ ചീറ്റ് ചെയ്തുകൊണ്ട് അവർ ഹാപ്പി ആയിട്ടാണോ ഇരിക്കുന്നത് എന്ന് നോക്കാം. അതായത് എന്തിനാണ് നിങ്ങളോട് ഇവർ കള്ളം പറയുന്നത് എന്ന് നോക്കാം. കാരണം ബാക്കിയുള്ള സിറ്റുവേഷനിലൊന്നും ഇവർ ഹാപ്പി ആയിട്ടല്ല ഇരിക്കുന്നത്. ബാക്കിയുള്ള 4 സിറ്റുവേഷനിലും ഇവർ ഹാപ്പി ആയിട്ടല്ല ഉള്ളത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് സീരിയസ് ആയിട്ടാണ് ബന്ധം വയ്ക്കുന്നത്. മാരേജ് ചെയ്യണമെന്നുള്ള കാര്യം വരെ ചിന്തിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അവരോട് സ്നേഹത്തിലുള്ള പെരുമാറ്റം ചെയ്തിട്ട് നിങ്ങളോട് വളരെ റൂഡായിട്ടാണ് ഇവർ പെരുമാറുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയായിരിക്കും സംഭവിച്ചത്. ഈ ഒരു വ്യക്തി നിങ്ങളെ നല്ലതായിട്ട് സ്നേഹിച്ചു, പെട്ടെന്ന് സഡനായിട്ട് ഇവരുടെ ലൈഫിൽ ഒരു ചേഞ്ച് വന്നു. അതായത് വേറൊരു വ്യക്തി അവരുടെ ലൈഫിൽ എൻ്റർ ആയപ്പോൾ അവരുടെ സ്വഭാവത്തിലെല്ലാം ചേഞ്ച് വന്നു. അതിനുശേഷം നിങ്ങളോട് ഇവർ റൂഡായിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. ഇവിടെ ആ ഒരു വ്യക്തിയെ ഇവർ സ്നേഹിക്കുന്നുണ്ട്, മാരേജ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പിന്നെ നിങ്ങളോട് എന്താ ഇവർ ആ ഒരു കാര്യം പറയാത്തതെന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഇവർ നിങ്ങളോട് ഭയങ്കരമായിട്ട് ഫിസിക്കലി അട്രാക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് നിങ്ങളെയും വേണം അവരെയും വേണം എന്നുള്ള രീതിയിൽ ഇവർ നിങ്ങളോട് ഒന്നും പറയാതെ ഇരിക്കുന്നത്. നിങ്ങളോട് ഈ ഒരു കാര്യം പറയുകയാണ് എങ്കിൽ നിങ്ങൾ ഇമോഷണലി സാഡ് ആയിപ്പോവും. നിങ്ങൾ ഇവർ കാരണം വിഷമിക്കുന്നത് ഇവർക്ക് കാണുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഇവർ നിങ്ങളോട് പറയാതിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ 2 സിറ്റുവേഷനുമായിട്ട് ബാലൻസ് ചെയ്ത് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ കളക്റ്റീവ്ലി നോക്കുകയാണെങ്കിൽ കൂടുതൽ ആൾക്കാരുടെയും പേഴ്സൺ തേർഡ് പാർട്ടിയിൽ ഹാപ്പിയല്ല. പക്ഷെ ചില ആൾക്കാരുടെ പേഴ്സൺ ഹാപ്പിയാണ്. കാരണം നിങ്ങളെ ചീറ്റ് ചെയ്തുകൊണ്ട് അവർ മറ്റുള്ള ഒരു വ്യക്തിയുമായിട്ട് ബന്ധം വയ്ക്കുകയാണ്. അപ്പോൾ ആ ഒരു വ്യക്തിയുമായിട്ട് ഇവർ മാരേജ് ചെയ്യുവാൻ വരെ ചിന്തിക്കുകയാണ്.
അപ്പോൾ മുന്നോട്ട് പോയിട്ട് ഇങ്ങനെയുള്ള രീതിയിൽ എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയാണ് എങ്കിൽ ഈ ഒരു എനർജി നിങ്ങളുടേതാണ് എന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ ഇനി നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടൊരു സമാധാനപരമായിട്ടെല്ലാം അവസാനിപ്പിക്കണം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ചെയ്യണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അതായത് നിങ്ങളും ഇവരും തമ്മിലുള്ള എന്തെങ്കിലും മോശം സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി എല്ലാം സമാധാനപരമായിട്ട് അവസാനിക്കണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്, അകൽച്ചയിലാണ് നിങ്ങൾ തമ്മിലുള്ളത് എങ്കിൽ ഒരു വഴി എങ്ങനെയെങ്കിലും കൊണ്ടുവരാൻ പറ്റിയിരുന്നെങ്കിൽ എന്നെക്കൊണ്ട് എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അതായത് നിങ്ങളുമായിട്ട് അകൽച്ചയിലിരിക്കുവാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെയും ഇവരുടെയും ഇടയിൽ ഏതെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എങ്കിൽ എല്ലാം സമാധാനപരമായിട്ട് അവസാനിക്കണം. കാരണം നിങ്ങളെ നഷ്ടപ്പെടുത്തുന്ന കാര്യം ഇവർക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. ഇവർ എപ്പോഴൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു അപ്പോഴൊക്കെ ഇവർക്ക് ഒരു ഹാപ്പി ഫീലാണ് തോന്നുന്നത്, ഒരു സമാധാനം, ഒരു മനസ്സമാധാനം കിട്ടുന്നത് പോലെയാണ് തോന്നുന്നത്. ചില ആൾക്കാരുടെ പേഴ്സൺ, അതായത് നിങ്ങളും അവരും തമ്മിലുള്ള ബന്ധം വളരെ സ്ട്രോങ് ആണ്. കാരണം നിങ്ങൾ തമ്മിലുള്ള ബന്ധം 10 വർഷമായി കാണാം, അല്ലെങ്കിൽ 12 വർഷമായി കാണാം, അല്ലെങ്കിൽ 5 വർഷമായി കാണും. അതുകൊണ്ട് ഇവർ വളരെ ഹോപ്പ്ഫുള്ളായിട്ടാണ് ഉള്ളത്. കാരണം നിങ്ങൾ തമ്മിലുള്ള ബന്ധം അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു ബന്ധമാണ്. ഇന്നലെ കണ്ടുമുട്ടിയവരോ അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുമ്പ് കണ്ടുമുട്ടിയവരോ അല്ല നിങ്ങളുടെ ബന്ധം അത്രയും സ്ട്രോങ് ആയതുകൊണ്ട് ഇവർക്കൊരു ഹോപ്പുണ്ട്. അതായത് എൻ്റെ ബന്ധം ഏതെങ്കിലും അതർ സിറ്റുവേഷൻ കാരണം ഒരിക്കലും തകർന്നു പോകത്തില്ല എന്നുള്ള ഹോപ്പുണ്ട് ഇവർക്ക്. ചില ആൾക്കാരുടെ പേഴ്സൺ അവരുടെ ഫാമിലിയോട് ഈ നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധം പറഞ്ഞു കഴിഞ്ഞു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവർ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി തരുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവർ സ്വയം ഒരിക്കലും ഒരു എന്താ പറയുക, നിങ്ങളെ സ്റ്റക്ക് സിറ്റുവേഷനിൽ ഇരുത്തണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഇവർ ഈ ഒരു ബന്ധത്തിൽ ന്യായം നടത്തുവാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് സക്സസ് ആണ് ആഗ്രഹിക്കുന്നത്. ഇവർ ഒരിക്കലും നിങ്ങളിൽ നിന്ന് ദൂരെ പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് ന്യായം തരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം കുറിക്കുവാൻ ആഗ്രഹിക്കുകയാണ്, കംപ്ലീഷൻ ആഗ്രഹിക്കുകയാണ്. കൂടുതൽ ആൾക്കാരുടെ പേഴ്സണും വളരെ പോസിറ്റീവായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ചില ആൾക്കാരുടെ പേഴ്സൺ മാത്രമാണ് ഇച്ചിരി നെഗറ്റീവായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഈ രീതിയിലുള്ള ബിഹേവാണ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് പറയുന്നതാണ്. ഇനി നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ, അതായത് ഇവർ കോളോ മെസ്സേജോ നിങ്ങൾക്ക് ചെയ്യുമോ എന്നൊക്കെ നോക്കാം. ഇവിടെ 7 നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. 9 ആ ഒരു വൈബ്രേഷനും കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ തേർഡ് പാർട്ടി എൻഡ് ആകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എൻഡിങ് ഓഫ് ദ സൈക്കിളാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഉറപ്പായിട്ടും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കുറേ ആൾക്കാർക്ക് ഡിവൈൻ കണക്ഷൻ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളും ഇവരും തമ്മിലുള്ള ആ ഒരു ബന്ധം എന്ന് പറയുന്നത് ഡിവൈൻലി ഗൈഡഡ് ആയിട്ടുള്ള ബന്ധമാണ്. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവുമില്ല. നിങ്ങളുടെ പേഴ്സൺ പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡാക്കുവാൻ വേണ്ടി. നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൺ 17 അവേഴ്സിനുള്ളിൽ അല്ലെങ്കിൽ 7 ഡേയ്സിനുള്ളിൽ അല്ലെങ്കിൽ 7 അവേഴ്സിനുള്ളിൽ അവരുടെ കോളോ മെസ്സേജോ നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ കോണ്ടാക്റ്റിലുള്ള ആൾക്കാരുടെ പേഴ്സൺ നല്ല രീതിയിൽ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ 2 ബ്ലോക്കേജസ് ഇവിടെ വരുന്നുണ്ട്. സൈക്രൽ ചക്രയും സോളാർ ചക്രയും ബ്ലോക്കേജസ് ആണ് ഇവിടെ. നിങ്ങൾ രണ്ടുപേരും യൂണിയനിലാണ്, പക്ഷേ കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് റിസീവ് ആകുന്നില്ല. അങ്ങനെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ചില കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നുണ്ട്. നിങ്ങളിൽ പല ആൾക്കാരുടെയും പേഴ്സൺ നിങ്ങളെ മാഡ്ലി ലവ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇവർ എന്തൊക്കെയോ കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നു നിങ്ങളിൽ നിന്ന്. നിങ്ങൾ ഇൻറ്റ്യൂട്ടീവ്ലി, ടെലിപ്പതിക്കലി, ഫിസിക്കലി കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. പരസ്പരം നിങ്ങൾക്ക് തന്നെ മെസ്സേജ് പിക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ അവർ ഏത് എനർജിയിലാണ്, നിങ്ങൾ ഏത് എനർജിയിലാണ്, അങ്ങനെ നിങ്ങൾക്ക് തന്നെ അത് പിക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ തമ്മിലുള്ള ബ്ലോക്കേജ് ഉള്ളത് കാരണമാണ് നിങ്ങൾക്ക് ഒരു എന്താ പറയുക കംപ്ലീഷനിൽ എത്തുവാൻ സാധിക്കാതെ. കാരണം തേർഡ് പാർട്ടി പൂർണ്ണമായിട്ട് റിലീസായി പോകുന്നില്ല. 2 നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ 2 മാസം എടുത്തേക്കും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ പുറത്തു വരുവാൻ. ലക്കി വണ്ണായിട്ടുള്ള ആൾക്കാർക്ക് 2 ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരുന്നതാണ്. അപ്പോൾ 2 മാസത്തിനുള്ളിൽ നിങ്ങളുടെ പേഴ്സണെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡാക്കുകയും നിങ്ങളെ മാരേജ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു ആക്ഷൻ എടുക്കുകയും ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.